ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിക്കോടൻ സ്പെഷ്യൽ ഗ്രീൻ പീസ് റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ലൈക്കായ ബീച്ചിലെല്ലാം എല്ലാവരും അധികം തിന്നിട്ടുണ്ടാവുമല്ലോ. കോഴിക്കോടിൻ്റെ അങ്ങ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഗ്രീൻ പീസ് റെസിപ്പി ഇത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെരലെന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനകത്ത് മുമ്പ് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ബെല്ലൈക്കൺ വെക്കാനും മറക്കണ്ട. നമുക്ക് സമയം കളിയാൻ്റെ റെസിപ്പിയിലേക്ക് പോയെങ്കാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഉള്ളി കണ്ടാക്കിയത് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്, ഉള്ളി ബിയ്യം കാണിട്ട് കിട്ടാൻ. എന്നിട്ട് ഇതിനെ പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളി കാണിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കണ്ടാക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ആക്കിയതും, ഇത് രണ്ടും ഇട്ടിട്ട് ഇതിനെ പാങ്ങലൊന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് മസാലപ്പൊടിയെല്ലാം ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂണ് കൊത്തമ്പാരിൻ്റെ പൊടിയും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂണ് ഗരം മസാലയും, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും. ഇത്ര മസാല ഇട്ടിട്ട് നമുക്കിതിനെ പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അങ്ങനെ മസാല എല്ലാം ഫുള്ള് മിക്സ് ആയിട്ടായിട്ട് നമുക്കിതിലേക്ക് പട്ടാണി ഇട്ട് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച പട്ടാണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ മസാല ആയിട്ട് പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മാറ്റാം. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 മുട്ട ഇട്ട് കൊടുക്കാം. ഇത് ഈ ഗ്രീൻ പീസ് മസാലേൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് നൽകുന്നത് ഇതൊരു കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ. വേറെ തന്നെ മുട്ടേനെ ഫുള്ളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫുൾ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്ന എണ്ണയിൽ ഫസ്റ്റ്. അങ്ങനെ മുട്ടനെ ഫുള്ള് മിക്സ് ആക്കിയിട്ടായിട്ട് ഇനി നമുക്ക് പെട്ട് മസാല ആക്കിയിട്ട് വെച്ചിട്ട് ഗ്രീൻ പീസ് അത് ഈ മുട്ടയിൽ ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ മുട്ടയും ഗ്രീൻ പീസും ഫുള്ളായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ട് വന്നത്. അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു കോഴിക്കോടൻ ടിപ്പ് നൽകുന്നത്, നമ്മൾ സെർവ് ആക്കുമ്പോഴേക്ക് ഉള്ളി കണ്ടാക്കിയതല്ലേ, അത് മീത്ത കുറച്ച് ഇങ്ങനെ വേറിട്ട് കൊടുക്കാം. അങ്ങനെ മല്ലിച്ചപ്പിനും ഇങ്ങനെ വേറിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കോഴിക്കോടൻ സ്പെഷ്യൽ ഗ്രീൻ പീസ് മസാല എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കണം. പിന്നെ ഈ ഗ്രീൻ പീസ് മസാല ബീച്ചിലിരുന്നിട്ട് ചൂടെടുത്തുന്ന നല്ല പാങ്ങില്ലേ, അങ്ങനെ നമ്മൾ ഈ മഴക്കാലത്ത് നല്ല ബൈറ്റ് നല്ല ചൂടുള്ള ഗ്രീൻ പീസ് മസാല മഴക്കാലത്ത് തിന്നാൽ നല്ല പാങ്ങുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് പൊരിലാക്കിയിട്ട് നോക്കണം. എൻ്റെ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടായി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ആക്കണം, കമൻറ്റ് ആക്കണം, പിന്നെ ഫ്രണ്ട്സിന് ഫാമിലിക്കെല്ലാം ഷെയർ ആക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ കുക്കിംഗ് വേൾഡ് സൈനിങ് ഓഫ്.